നമസ്കാരം, ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 19 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ നിമിഷമെത്തി. ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഇന്ന് ഫൈനലിൽ ഏറ്റുമുട്ടും. മെസ്സിക്ക് വീണ്ടും ചരിത്രം എഴുതാനാകുമോ, അതോ യമാലിന്റെ സ്പെയിൻ പുതിയ യുഗത്തിന് തുടക്കമിടുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 58% പേർ സ്പെയിനിനെ അനുകൂലിച്ചപ്പോൾ 42% പേർ അർജന്റീന വിജയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. അയർലൻഡിലെ ഹീറ്റ് വേവ് അവസാനിച്ചു. 5 ദിവസത്തിലധികം 25 ഡിഗ്രി സെൽഷ്യസ് കടന്ന ചൂട് തരംഗം അവസാനിച്ചു. കൌണ്ടി കോർക്കിൽ 24.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ 1976 14 ദിവസത്തെ ഹീറ്റ് വേവ് റെക്കോർഡ് മറികടന്നില്ല. അയർലൻഡിൽ വീണ്ടും ജീവിത ചെലവ് ഉയരാൻ സാധ്യത. ഇന്ധനവില, എനർജി ബിൽസ്, ഭക്ഷ്യവില എന്നിവ വിന്ററിൽ വീണ്ടും ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. സെപ്റ്റംബർ മുതൽ ഫ്യൂൽ ടാക്സ് കുറവ് പിൻവലിക്കുന്നതോടെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് €2 കടക്കാൻ സാധ്യത. ബജറ്റ് 2027 സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ്സ് വർദ്ധിപ്പിക്കണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് അയർലൻഡ് ആവശ്യപ്പെട്ടു. ആഴ്ചയിൽ €25 വരെ വർധന വേണമെന്നാണ് അവരുടെ നിർദ്ദേശം. വിക്ലോ മലനിരകളിൽ കാട്ടുതീ നിയന്ത്രണ ശ്രമങ്ങൾ തുടരുന്നു. വിക്ലോ ഡബ്ലിൻ അതിർത്തിയിലെ ഗ്ലെൻക്രീ ഫെദർബെഡ് മേഖലയിൽ പടർന്ന തീയിൽ 200 മുതൽ 300 ഹെക്ടർ വരെ പ്രദേശം ബാധിച്ചു. തീയുടെ ഹോട്ട്സ്പോട്ട്സ് നിയന്ത്രിക്കാൻ ഹെലികോപ്റ്ററുകളും ഫയർ സർവീസും വീണ്ടും രംഗത്ത്. മനുഷ്യരുടെ പ്രവർത്തനം മൂലമാകാൻ തീ ഉണ്ടായതെന്നാണ് നിയന്ത്രണം. കില്ലാർനി നാഷണൽ പാർക്ക് റോഡ് വീണ്ടും അടച്ചു. കില്ലാർനി കെൻമേർ N71 റോഡിന്റെ ഒരു ഭാഗം കാട്ടുതീ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി അടച്ചു. ഹെലികോപ്റ്ററുകളും ഫയർഫോഴ്സും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഡബ്ലിൻ എയർപോർട്ട് യാത്രക്കാരുടെ പരിധി നീക്കി. ഡബ്ലിൻ എയർപോർട്ടിലെ വർഷത്തിൽ പരമാവധി 3.2 കോടി യാത്രക്കാർ എന്ന പരിധി നീക്കാനുള്ള നിയമം അയർലൻഡ് നടപ്പാക്കി. ഇതോടെ കൂടുതൽ വിമാന സർവീസുകൾക്കും യാത്രാ സൗകര്യങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചിലർ എതിർക്കുന്നുമുണ്ട്. ഗ്യാംബ്ലിംഗ് അഡിക്ഷൻ ചികിത്സയ്ക്ക് ആത്ലോണിൽ പുതിയ കേന്ദ്രം. ഓൺലൈൻ ബെറ്റിംഗ് അടക്കമുള്ള ഗ്യാംബ്ലിംഗ് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആത്ലോണിൽ പുതിയ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് സർവീസ് ആരംഭിച്ചു. അയർലൻഡിൽ 3.3% മുതിർന്നവർക്ക് ഗ്യാംബ്ലിംഗ് പ്രശ്നമുണ്ടെന്ന് പഠനം. സ്കെറീസിൽ കാർ ആളുകൾക്കിടയിലേക്ക് ഓടിച്ചു കയറ്റി 3 പേർക്ക് പരിക്ക്. കൌണ്ടി ഡബ്ലിനിലെ സ്കെറീസിൽ സംഘർഷത്തിനിടെ കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റി 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും ബ്യൂമോണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഗാഢ അന്വേഷണം തുടരുന്നു. മയോ തീരത്ത് അപകടത്തിൽപ്പെട്ട യാട്ടിൽ നിന്ന് 6 പേരെ രക്ഷപ്പെടുത്തി. കില്ലല ബേയിൽ വെള്ളം കയറിയ യാട്ടിൽ ഉണ്ടായിരുന്ന 6 പേരെ കോസ്റ്റ് ഗാർഡ് RNLI സംഘങ്ങൾ രക്ഷപ്പെടുത്തി. 2 പേരെ കോസ്റ്റ് ഗാർഡ് ബോട്ടിൽ മാറ്റി. മോശം കാലാവസ്ഥയെ തുടർന്ന് യാട്ട് കില്ലിബെക്സ് തുറമുഖത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. പുലർച്ചെ 6:10 രക്ഷാപ്രവർത്തനം പൂർത്തിയായി. അയർലൻഡിൽ പാഡിൽ കളിയുടെ ജനപ്രീതി കുതിക്കുന്നു. ടെന്നീസിനും സ്ക്വാഷിനും സമാനമായ പാഡിൽ ഇപ്പോൾ അയർലൻഡിൽ വേഗത്തിൽ വളരുന്ന കായിക വിനോദമായി മാറുന്നു. രാജ്യത്ത് 60,000-ലധികം ആളുകൾ ഇത് കളിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഡബ്ലിൻ ടെംപ്ലോഗിൽ ഈ ആഴ്ച പാഡിൽ ഐറിഷ് ഓപ്പൺ നടന്നു. ബെസ്ബോറോ മദർ ആൻഡ് ബേബി ഹോം സ്ഥലത്തെക്കുറിച്ച് ഇടപെടാൻ ടീഷക് അഥവാ പ്രധാനമന്ത്രി. കോർക്കിലെ ചരിത്രപ്രധാനമായ ബെസ്ബോറോ സൈറ്റിന്റെ ഭാവിയെക്കുറിച്ച് ലാൻഡ് ഓണേഴ്സുമായി ചർച്ച നടത്താൻ കോർക്ക് സിറ്റി കൌൺസിലിനോട് ടീഷക് മീ ഹോൾമാർട്ടിൻ ആവശ്യപ്പെട്ടു. 1920 മുതൽ 1990 വരെ ഇവിടെ 923 കുഞ്ഞുങ്ങൾ മരിച്ചതായി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. സ്ഥലത്ത് അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്കെതിരെ സർവൈവേഴ്സും ക്യാമ്പയിനേഴ്സും പ്രതിഷേധിച്ചിരുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.